ജമ്മു കാശ്മീരിലെ ഝലം നദിയിൽ യാത്രാ ബോട്ട് മുങ്ങി 6 മരണം. ബോട്ടിലുണ്ടായിരുന്ന 20 പേരിൽ 10 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശരത് എം ചേരുന്നു. ശരത്, എന്താണ് വിശദാംശങ്ങൾ? ദാരുണവും വിഷമകരവുമായ ഒരു വാർത്തയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഝലം നദിയിൽ, സിന്ധു നദിയുടെ പോഷക നദിയായ ഝലം നദിയിൽ ബോട്ട് മുങ്ങി 6 മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്തെന്നാൽ 20 പേരോളം ബോട്ടിലുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും സ്കൂൾ വിദ്യാർത്ഥികൾ, കുട്ടികളാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായ അവസ്ഥ. ഇതിൽ 6 പേർ മരണപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അതിൽ 10 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ നില എത്രത്തോളമാണ് എന്നുള്ളതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ബാക്കി 4 പേരെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി അവിടെ വലിയ രീതിയിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും മറ്റും ഉണ്ടായി. അത്തരത്തിൽ നദിയിൽ ജലപ്രവാഹവും വെള്ളപ്പൊക്കവും മറ്റും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്തരത്തിലൊരു ബോട്ട് മുങ്ങാനുള്ള കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനും തടസ്സം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു നദിയിലെ ജലപ്രവാഹവും വെള്ളപ്പൊക്കവുമാണ് ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിനും തടസ്സമായി നിൽക്കുന്നത്. എന്തുതന്നെയായാലും ഒരു ദാരുണമായ ഒരു സംഭവമാണ് ജമ്മു കാശ്മീരിലെ ഝലം നദിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ പണി പൂർത്തിയാകാത്തൊരു പാലവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ബോട്ട് അപകടം അവിടെ ഉണ്ടായിരിക്കില്ല എന്ന രീതിയിൽ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള ഒരു ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, പതിറ്റാണ്ടുകളോളം ആ പാലം അവിടെ പൂർത്തിയാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ആളുകൾ ഈ 2 പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ബോട്ട് മാർഗമുള്ള യാത്ര സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് ലോക്കലായിട്ടുള്ള ആളുകളും ഇത്തരത്തിൽ ബോട്ടിനെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെയും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായെന്ന് പ്രദേശവാസികൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും 6 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 20 പേരിൽ 10 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 4 പേരുടെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. രോഹിണി. ശരി ശരത്ത്. ജമ്മു കാശ്മീരിലെ ഝലം നദിയിൽ യാത്രാ ബോട്ട് മുങ്ങി 6 മരണം. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.